അപ്പോൾ ആലപ്പുഴ ജിംഖാന കഴിഞ്ഞ ദിവസം OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു പടത്തിൽ ഇന്ന് കിട്ടിയത്. ബട്ട് അതിൽ ഇഷ്ടപ്പെടാതെ പോയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്, ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നല്ല സ്പോയിലർ ഉണ്ടാവും, ഉറപ്പാണ്. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ആദ്യം തന്നെ പറയാനുള്ളത്, ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട്. ക്ലൈമാക്സ് അടുക്കുമ്പോൾ നമ്മുടെ ദീപക്കേട്ടൻ ഫ്രം ഹരിപ്പാട്, പുള്ളിയുടെ ഫൈറ്റ് സീൻ നല്ല പോലെ എൻജോയ് ചെയ്ത് വരുമ്പോൾ ആണ് പുള്ളി പേടിച്ചിട്ട് പിന്മാറിയത്. സത്യം പറഞ്ഞാൽ നല്ലൊരു ഫോളോ ആയിരുന്നു പുള്ളിയുടെ ഓപ്പണിന്റെ അടുത്ത് തോളിൽ കയറ്റുന്ന സീനൊക്കെ കിടിലൻ. ആ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ വെട്ടി പൂളിക്കളയെന്ന് പറയുന്ന കേൾക്കുമ്പോൾ അങ്ങനെ പറയുന്നവരെ പേടിച്ചിറങ്ങി പോകുന്നവനാണോ നല്ലൊരു ബോക്സർ? ആ സീനിലായിട്ട് ഗണപതി ജയിച്ചിരുന്നതിൽ കിട്ടുന്നൊരു ഫീലും, പിന്നെ അവന്മാർ പുറത്ത് വെച്ച് ഇടിക്കാൻ വരുമ്പോൾ നടക്കുന്ന ഇടിയൊക്കെ ആയിരുന്നതിൽ ഒന്നുകൂടെ ബെറ്റർ ആയ, ഒന്ന് ഓർത്ത് നോക്കിയേ, ഒന്നുകൂടെ സെറ്റ് ആയേനെ. എനിക്കങ്ങനെയാണ് തോന്നിയത്. ഇതിപ്പോൾ തോറ്റു കൊടുക്കുകയും ചെയ്ത് പുറത്തുപോയി ഇടിക്കുകയും ചെയ്തു, ഒന്നും കിട്ടിയതില്ല. ദാറ്റ്സ് ഗ്രേറ്റ്. കുറച്ച് ആളുകൾക്കെങ്കിലും ഇഷ്ടപ്പെടാതെ പോയ കാര്യം മേ ബി ഇതൊക്കെ കൊണ്ട് തന്നെ ആകണം. ഈ പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചിരുന്നതിൽ ലുക്മാന് നല്ലൊരു കിടുക്കാച്ച് ബീജിമിലൊരു സെക്കൻഡ് ഇൻട്രോ പോലെയൊക്കെ കൊടുക്കായിരുന്നു, കിട്ടിയില്ല. പിന്നെ കുറേ പേര് പറയുമായിരിക്കും ക്ലീഷേ ബ്രേക്കിംഗ് എന്നൊക്കെ, ബട്ട് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു സാധനം. പിന്നെ നെസ്ലന്റെ കുറച്ച് സീൻസും അത്ര ഇഷ്ടപ്പെട്ടില്ല, ഒരു ഇമ്പാക്ട് കിട്ടിയില്ല. കൂടെ നിന്നവരാണ് ഇതിലും സ്കോർ ചെയ്തത്. നെസ്ലന്റെ ഡയലോഗ് ഡെലിവറി ആണേലും അത്ര അങ്ങോട്ട് പോരാ. മേ ബി ഇനിയുള്ള നെസ്ലന്റെ പടങ്ങളിൽ നെഗറ്റീവ് വരാൻ പോകുന്നത് നെസ്ലന്റെ ഈ ഒരു ഡയലോഗ് ഡെലിവറി തന്നെ ആയിരിക്കും. പിന്നെ ഇവര് റിങ്ങിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു സോങ് ഇല്ലേ, ഇവരുടെ ആലപ്പുഴ സോങ്, ആദ്യം കാണിക്കുന്നതൊക്കെ സെറ്റായിരുന്നു. ബട്ട് പിന്നീട് കണ്ടിന്യൂസ്ലി ഈ ഒരു സോങ് എല്ലാവരുടെ ഇതിലും കാണിക്കുമ്പോൾ അത് ഫോഴ്സ്ഡ് ആയിട്ട് കാണിച്ച പോലെ തോന്നി. ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് അവിടെ വന്നില്ല. ടോട്ടലി അവസാനം ഈ ഒരു ഓഡിയൻസ് ഇവരെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു പാട്ട് തിരിച്ച് പാടുന്ന ടൈമിലാണെങ്കിലും ആ ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ഇമ്പാക്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ല, ഒരു ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പടം ടോട്ടലി നോക്കുമ്പോൾ കംപ്ലീറ്റ് ആക്കാത്തൊരു ഫീല് ഉണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടിട്ടാണോ സെക്കൻഡ് പാർട്ട് കാണും എന്ന് ചെയ്തെന്ന് അറിയില്ല. മേ ബി അങ്ങനെ ക്രൂവിന് തോന്നിയിട്ടായിരിക്കും സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ലീഡ് ഇട്ട് വെച്ചേക്കുന്നത്. എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പടം കണ്ടിട്ട് തോന്നിയത്. ബട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കണം അത്ര പ്രശ്നമായിട്ട് തോന്നാഞ്ഞത്. ഇത് OTT കണ്ടവർക്ക് മേ ബി ഇതിലും ഡൗൺ ആകാനേ ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.